അക്ഷര കേരളം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അക്ഷര കേരളത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ശ്രാവണ മാസത്തിലെ പൗർണമി ദിവസമാണ് ശ്രാവണ പൂർണിമ. അന്നേ ദിവസം തന്നെയാണ് സംസ്കൃത ദിനമായും നാം ആചരിക്കുന്നത്. ഈ വർഷത്തെ ശ്രാവണ പൂർണിമ ഓഗസ്റ്റ് 28-നാണ്. ഇതിന്റെ ഭാഗമായി അക്ഷര കേരളത്തിൽ ആദ്യം ഒരു പ്രഭാഷണം കേൾക്കാം. കേരളീയ സംസ്കൃതിയും സംസ്കൃതവും. പ്രഭാഷണം എഴുതി അവതരിപ്പിക്കുന്നത് ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജ് സംസ്കൃത വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജസ്റ്റിൻ PG. സർവേഭ്യോ നമോ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രഥമം സർവേഭ്യഃ സംസ്കൃതദിനാചരണസ്യ ശുഭാശംസാഃ വിതനോമി. കേരളീയ സംസ്കൃതിയും സംസ്കൃതവും എന്ന വിഷയത്തെക്കുറിച്ച് നമുക്കിപ്പോൾ പരിചിന്തനം ചെയ്യാം. സംസ്കൃതം ഒരു ഭാഷ എന്നതിലുപരി ഭാരതത്തിന്റെ ആത്മസത്തയാണ്. ലോകനാഗരികതയുടെ ഏറ്റവും പഴക്കമേറിയ കൃതി എന്ന നിലയിൽ അംഗീകാരം നേടിയ ഋഗ്വേദ സംഹിത മുതൽ ആരംഭിക്കുന്ന ഇന്ത്യയുടെ വിജ്ഞാന പാരമ്പര്യം സംസ്കൃത ഭാഷയിലൂടെയാണ് രൂപമെടുത്തിട്ടുള്ളത്. ഗദ്യം, പദ്യം, ചമ്പു, നാടകം എന്നീ രീതിയിലുള്ള കാവ്യവിശേഷങ്ങൾ, രാഷ്ട്രമീമാംസ, ഗണിതം, ആയുർവേദം, വാസ്തു തുടങ്ങിയ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട സകല മേഖലകളിലും സ്പർശിച്ചു നിൽക്കുന്ന ഭാഷയാണ് സംസ്കൃതം. അതുകൊണ്ട് ഇന്ത്യയെക്കുറിച്ചറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മൗലിക സ്രോതസ്സായി നിലകൊള്ളുന്നു സംസ്കൃതം. ഇപ്രകാരമൊക്കെയാണെങ്കിലും ചിലപ്പോഴൊക്കെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് സംസ്കൃതം അപ്രത്യക്ഷമാകുന്നതായി കാണാം. അതിന് കാരണം കാലത്തിന്റെ കുത്തൊഴുക്കിൽ ജാതി, മത, വർണ്ണ, ലിംഗഭേദങ്ങളുടെ തടവറ സംസ്കൃതത്തിന്റെ അനന്തവിഹായസിന് ചിലയിടങ്ങളിലെങ്കിലും പരിധി നിശ്ചയിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൽ സംസ്കൃത പഠന പാഠന പാരമ്പര്യം ജാതി, മത, വർണ്ണ, ലിംഗഭേദമന്യേ എല്ലാവർക്കുമായി സംരക്ഷിക്കപ്പെട്ടു. മനുഷ്യന് തന്നെ അശുദ്ധ വസ്തുവായി വർത്തിച്ചിരുന്ന ഒരു കാലത്തുപോലും സരസ്വതിക്ക് തീണ്ടലില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്കൃത പഠന രംഗത്തേക്ക് എല്ലാ ജനവിഭാഗങ്ങളെയും കൈപിടിച്ചാനയിച്ച ശ്രീ പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മയും സംസ്കൃത പഠനത്തിനായി പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനുമെല്ലാം തിരികൊളുത്തിയ നവോത്ഥാനം കേരളത്തിനു മാത്രം അവകാശപ്പെട്ട ഒന്നാണ്. ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യരിൽ നിന്നും തുടങ്ങി ശ്രീനാരായണ ഗുരു, ചട്ടമ്പിസ്വാമികൾ തുടങ്ങിയ ഗുരുപരമ്പരകളിൽ നിന്ന് പകർന്നു കിട്ടിയ ദർശനങ്ങളും സംസ്കൃത വിജ്ഞാനത്തിന്റെ ആഴവും പരപ്പും കേരളീയ സംസ്കൃതിയെ കൂടുതൽ പ്രകാശമാനമാക്കുന്നതായി കാണാം. കേരളത്തിൽ സംസ്കൃതം വ്യാപിക്കുന്നത് 2 ഘട്ടങ്ങളിലായാണ്. ഒന്നാം ഘട്ടം ക്രിസ്തുവിനു മുൻപ് ബൗദ്ധ ജൈന കച്ചവടക്കാരിലൂടെയും, രണ്ടാം ഘട്ടം 5-6 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗങ്ങളിൽ തുടർച്ചയായുണ്ടായ വൈദേശിക ആക്രമണങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കൂട്ടം കൂട്ടമായി ബ്രാഹ്മണ സംഘങ്ങൾ തെക്കോട്ട് യാത്ര പുറപ്പെട്ടു. ഇവിടത്തെ കാടുകൾ വെട്ടിത്തെളിച്ച് ഭൂമി കൃഷിയോഗ്യമാക്കി. മഴ ഉപയോഗിച്ച് വെട്ടിത്തെളിച്ചു എന്ന വസ്തുതയാകാം പരശുരാമ കഥ എന്ന മിത്തിന്റെ അടിസ്ഥാനം. ആര്യന്മാരും ഇവിടെയുണ്ടായിരുന്ന ആദി ദ്രാവിഡരും ഒരുമിച്ച് ജീവിക്കുവാൻ തുടങ്ങി. ഈ പരസ്പരാശ്രിതത്വം അവരുടെ ഭാഷയിലും പ്രതിഫലിക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ തമിഴ് പ്രഭാവത്തിൽ നിന്നും സംസ്കൃത സ്വാധീനത്തിലേക്ക് ഈ ദ്രാവിഡ ഭാഷ ചേക്കേറുകയായിരുന്നു. കുടിയേറി വന്നവർ സംസ്കൃതത്തിലെ അമൂല്യ ഗ്രന്ഥങ്ങളായ രാമായണം, മഹാഭാരതം, അർത്ഥശാസ്ത്രം, ഭാസനാടകങ്ങൾ എന്നിവയെ കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടാകാം. കേരള ഭാഷ രൂപപ്പെട്ടുവരുന്ന 10-ാം നൂറ്റാണ്ടിൽ തന്നെ കൗടിലീയത്തിന് ഒരു ഗദ്യ പരിഭാഷ ഇവിടെ ഉണ്ടായി എന്നത് ശ്രദ്ധേയമാണ്. 12-13 നൂറ്റാണ്ടുകളിലാണ് നാട്ടുഭാഷയും സംസ്കൃതവും ചേർന്ന ഭാഷാ സംസ്കൃത യോഗമായ മണിപ്രവാള കൃതികളുടെ വരവ്. അച്ചീചരിതങ്ങളിലും സന്ദേശകാവ്യങ്ങളിലും ഭാഷയുടെയും സംസ്കൃതത്തിന്റെയും മുത്തും പവിഴവും പോലെയുള്ള കൂടിച്ചേരൽ സംസ്കൃത ഭാഷയുടെ സൗന്ദര്യം നാട്ടു സംസ്കൃതിയിലേക്ക് വ്യാപിക്കുവാൻ നിമിത്തമായി. കൂടാതെ സംസ്കൃതവും മലയാളവും ഇടകലർന്ന രീതിയിൽ ഗണിതം, വാസ്തു എന്നീ വിഷയങ്ങളും രചിക്കപ്പെട്ടു. ഇവയിൽ ജ്യേഷ്ഠദേവന്റെ യുക്തിഭാഷ എടുത്തു പറയേണ്ടതാണ്. മലയാള ഭാഷയ്ക്ക് സംസ്കൃതത്തോടുള്ള ആധമർണ്യം അതിവിപുലമാണ്. ഭാഷ മാത്രമല്ല, ആ ഭാഷ കൊണ്ടുവന്ന സംസ്കാരവും
കേരളീയ സംസ്കാരത്തെ മാറ്റുകയുണ്ടായി. മലയാളം സംസ്കൃതജന്യമാണ് എന്ന വാദം പോലും പ്രബലമാണ്. പക്ഷേ ദ്രാവിഡ ഭാഷാഗോത്രം, ഇൻഡോ യൂറോപ്യൻ ഭാഷാഗോത്രം എന്നീ രണ്ട് വ്യത്യസ്ത ഗോത്രത്തിൽപ്പെട്ട ഭാഷകളായതിനാൽ ഈ വാദം ശരിയാകണമെന്നില്ല. സംസ്കൃതത്തിൽ നിന്ന് മലയാളം കടം കൊണ്ട പദങ്ങളും ശബ്ദങ്ങളും മലയാള ഭാഷയുടെ ഘടനയെയും രൂപത്തെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം. മഹാകവി ശ്രീ വള്ളത്തോൾ നാരായണ മേനോൻ എന്റെ ഭാഷ എന്ന കവിതയിൽ ഇങ്ങനെ ചൊല്ലി: സംസ്കൃത ഭാഷ തൻ സ്വാഭാവിക ഔജസ്സും സാക്ഷാൽ തമിഴിന്റെ സൗന്ദര്യവും ഒത്തുചേർന്നുള്ളൊരു ഭാഷയാണെൻ ഭാഷ, മത്താടിക്കൊള്ളുക അഭിമാനമേ നീ. സംസ്കൃതത്തിന് മലയാള ഭാഷയുടെ മേൽ ഇന്നുള്ള സ്വാധീനത്തിന് കാരണം മലയാളികൾ സംസ്കൃത ശബ്ദങ്ങളെയും പദങ്ങളെയും മാതൃഭാഷയെപ്പോലെ ഉപയോഗിച്ചു എന്നതാണ്. മലയാള സാഹിത്യത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുണ്ടായ പ്രധാന കൃതികളായ രാമചരിതം, ഉണ്ണിനീലി സന്ദേശം, കൃഷ്ണഗാഥ, അധ്യാത്മരാമായണം, നളചരിതം, ആട്ടക്കഥ, ഇനി ഞാൻ ഉറങ്ങട്ടെ തുടങ്ങിയ ഏത് കൃതികൾ എടുത്തു പരിശോധിച്ചാലും സംസ്കൃതവും മലയാളവും എപ്രകാരം ഇണങ്ങിച്ചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാകും. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്താചാര്യന്റെ അധ്യാത്മരാമായണത്തിലെ സുന്ദരകാന്ഡം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: സകല ശുഖകുല വിമല തിലകിത കളേബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥകളതി സാദരം കാകുൽ സ്ഥലീലകൾ കേട്ടാൽ മതിവരാ. ഈ വരികളിൽ നിന്ന് വ്യക്തമാണ് എങ്ങനെയാണ് മലയാളവും സംസ്കൃതവും ഒരു നൂലിൽ കോർത്തിരിക്കുന്നതെന്ന്. ഭാഷയിൽ സംസ്കൃതം വാക്കുകൾ ഉച്ചരിക്കാൻ തുടങ്ങിയപ്പോൾ പുതിയ വർണ്ണങ്ങളും അത് രേഖപ്പെടുത്താൻ പുതിയ ലിപികളും മലയാളത്തിന് സ്വീകരിക്കേണ്ടി വന്നു. അങ്ങനെയാണ് നാം ഇന്ന് കാണുന്ന മലയാള അക്ഷരമാല രൂപപ്പെടുന്നത്. നമുക്ക് ചുറ്റും കാണുന്ന പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ കുറിക്കുന്ന പദങ്ങൾ ഒരു ഭാഷ സംസാരിക്കുന്ന ജനതയുടെ സംസ്കാരത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. ഇന്ന് മലയാളിയുടെ സംഭാഷണത്തിൽ ഇവയിൽ പലതിനും സംസ്കൃതജന്യ പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. അഗ്നി, ആകാശം, ഉഷ്ണം, അരണ്യം, ജലം തുടങ്ങിയവ. നമ്മുടെ പൂർവികന്മാർ ഉപയോഗിച്ച തീ, മാനം, ചൂട്, കാട്, വെള്ളം, കടൽ തുടങ്ങിയ പദങ്ങളൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ ഉപേക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നു. പദദാരിദ്ര്യം കൊണ്ടല്ല, മറിച്ച് മലയാളിക്ക് അതിഖര മൃദുഘോഷങ്ങളും ഊഷ്മാക്കളും ചേർന്നുണ്ടാക്കുന്ന ശബ്ദവിന്യാസത്തിന്റെ താളം കൂടുതൽ ആകർഷകമായി തോന്നിയിരിക്കാം. ഇപ്രകാരം മൃഗങ്ങളുടെയും പക്ഷികളുടെയും വൃക്ഷങ്ങളുടെയും ഔഷധികളുടെയും ഒക്കെ പേരുകളിൽ സംസ്കൃത സ്വാധീനം വളരെയേറെ കാണുന്നു. മലയാളിയുടെ സംഭാഷണത്തിൽ ഇംഗ്ലീഷ് പദങ്ങൾ കടന്നുകൂടുന്നതിനെപ്പറ്റി ശക്തമായ വിമർശനം ഉയർന്നു വരാറുണ്ട്. പക്ഷേ ഇത് പറയുന്നവരുടെ സംഭാഷണത്തിൽ എത്രമാത്രം സംസ്കൃത പദങ്ങൾ കൂടിച്ചേരുന്നുണ്ടാകാം? സംസ്കൃത പദങ്ങൾ നിശേഷം ഒഴിവാക്കിക്കൊണ്ട് ഒരു ഖണ്ഡിക പോലും എഴുതാൻ ഇന്ന് മലയാളിക്ക് കഴിയുമോ? മറ്റു ഭാഷകളിലെ പദങ്ങൾ ഇണങ്ങിച്ചേരുമ്പോൾ ആ ഭാഷ സമ്പന്നമാകുകയാണ്. പര്യായ ബോധനം സംസ്കൃത വ്യാപനത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. നാം മലയാളത്തിൽ പഠിച്ച പര്യായ പദങ്ങളിൽ 99% സംസ്കൃത പദങ്ങളായിരുന്നു. ഉദാഹരണാർത്ഥം കണ്ണ് പര്യായം, അക്ഷി, നയനം, നേത്രം, വെള്ളം പര്യായം, ജലം, ഉദകം, സലിലം, ഇങ്ങനെ പോകുന്നു ആ പര്യായ ബോധനം. നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന ഭഗീരഥ പ്രയത്നം, ഉർവശി ശാപം തുടങ്ങിയ ശൈലികൾക്ക് കയ്യും കണക്കുമില്ല. ഇപ്രകാരം നമ്മളറിയാതെ സംസ്കൃതം നമ്മുടെ ജീവിത പരിസരത്തുണ്ട്. ഒരു വാക്കെടുത്തിട്ട് 2 വരി കവിത എഴുതാൻ സംസ്കൃതജ്ഞാനം അല്പമുള്ള മലയാളിക്ക് എളുപ്പമാണ്. വാനമേ ഗഗനമേ വ്യോമമേ സുരസിദ്ധസ്ഥാനമേ വിഹായസേ നഭസേ നമസ്കാരം. ആകാശം എന്ന ഒരു വാക്കിന്റെ അതിസമൃദ്ധിക്ക് കാരണം സംസ്കൃതവുമായുള്ള ബന്ധമാണ്. കേരളത്തിൽ നിന്നുണ്ടായ സംസ്കൃത കൃതികളെ പരിഗണിക്കുമ്പോൾ മഹാകാവ്യം, സന്ദേശകാവ്യം, സ്തോത്രകാവ്യം, ചരിത്രകാവ്യം തുടങ്ങിയ സാഹിത്യത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലും മലയാളിയുടെ കരസ്പർശം കാണാം. വാസുദേവന്റെ യുധിഷ്ഠിര വിജയം, സുകുമാരകവിയുടെ ശ്രീകൃഷ്ണവിലാസം, മേൽപ്പത്തൂരിന്റെ നാരായണീയം, അതുലകവിയുടെ മൂഷികവംശം, കുലശേഖരന്റെ സുഭദ്രാധനഞ്ജയം, ഇങ്ങനെ സംസ്കൃത സാഹിത്യ പ്രപഞ്ചത്തിന് കേരളീയരുടെ സംഭാവനകൾ നിസ്തുലമാണ്. കുലശേഖരൻ തോലന്റെ സഹായത്തോടെ കേരളീയ രംഗവേദിയെ പരിഷ്കരിച്ചതാണ് നാം ഇന്ന് കാണുന്ന യുനെസ്കോ അംഗീകരിച്ച കൂടിയാട്ടമെന്ന പൈതൃക കല. കേരളത്തിന്റെ രംഗാവതരണ പാരമ്പര്യത്തിന്റെ മറ്റൊരു മുഖമാണ് ചമ്പു പ്രബന്ധങ്ങൾ. പുരാണ ഇതിഹാസങ്ങളെ ആശ്രയിച്ച്
നർമ്മത്തിനും വിമർശനത്തിനും ഇടം നൽകി അതോടൊപ്പം ഭക്തിയെ ചാലിച്ച് രചിക്കപ്പെട്ട ഗദ്യപദ്യ സമ്മിശ്രമായ ചമ്പു പ്രബന്ധങ്ങൾ ചാക്യാർകൂത്തിന്റെ സാഹിത്യമായിരിക്കുന്നു. പട്ടേരി പ്രബന്ധങ്ങൾ എന്നറിയപ്പെടുന്ന മേൽപ്പത്തൂരിന്റെ പ്രബന്ധങ്ങൾ ഇവിടെ എടുത്തു പറയേണ്ടതാണ്. വിവർത്തന സാഹിത്യവും മലയാളിക്ക് സംസ്കൃതത്തെ സ്വന്തമാക്കാൻ പ്രാപ്തമാക്കി. രാമായണവും മഹാഭാരതവും ശാകുന്തളവും രഘുവംശവും കർണഭാരവും എല്ലാം വിവർത്തന പദ്ധതിയിലൂടെ മലയാളിയുടെ സ്വന്തമായി തീർന്നു. 19-ാം നൂറ്റാണ്ടിൽ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, AR രാജരാജവർമ്മ, കുട്ടിക്കൃഷ്ണമാരാർ തുടങ്ങിയ നിരവധി പണ്ഡിതന്മാരുടെ വിവർത്തന കൃതികൾ സംസ്കൃതത്തെ മലയാളികൾക്ക് കൂടുതൽ പരിചിതമാക്കി. സംസ്കൃത ഭാഷ മലയാളത്തിന് നൽകിയത് അപരിമിതമായ ശബ്ദസാഗരവും ചിട്ടയായ ഒരു കാവ്യശാസ്ത്രവും മഹത്തരമായ ദർശനങ്ങളും ഗൗരവമുള്ള ദൃശ്യകലാ പാരമ്പര്യവുമാണ്. സംസ്കൃതത്തിന്റെ അമിതമായ മേൽക്കോയ്മ പ്രാദേശിക ഭാഷയുടെ തനിമയ്ക്ക് ഒരു ഘട്ടത്തിൽ വെല്ലുവിളിയായെങ്കിലും ആ സ്വാധീനത്തെ ഉൾക്കൊണ്ട് തനതായ ജനകീയ ശൈലി രൂപപ്പെടുത്താൻ മലയാളത്തിന് സാധിച്ചു. ചുരുക്കത്തിൽ സംസ്കൃത സാഹിത്യത്തിന്റെ ഗൗരവവും ദ്രാവിഡ ഭാഷയുടെ ലാളിത്യവും ചേർന്ന സംയോജനമാണ് ഇന്നത്തെ സമ്പന്നമായ കേരളീയ സംസ്കൃതി.